ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ പിടിച്ചായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾക്കെതിരെയും എതിരേറെ പറയുന്നു മന്ത്രിമാർക്ക് എതിരെ പോലും വലിയ പ്രചാരണം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ED അറസ്റ്റ് ചെയ്തു, അദ്ദേഹം ജയിലിലായി. ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇതാ കിട്ടിപ്പോയി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എന്ന് കരുതി പ്രതിപക്ഷം ആഘോഷത്തിലായിരുന്നു. KM എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നു. ജോമോൻ പുത്തമ്പരയ്ക്കലാണ് ഹർജി കൊടുക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു പരാതി. അതേക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു. വലിയ ആഘോഷം പ്രതിപക്ഷം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി വന്നു. ഇതാ കിട്ടിപ്പോയി എന്നർത്ഥത്തിൽ. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ കേൾക്കുന്നത് ഏറെ രസകരമായിരിക്കും. അതൊന്ന് കേൾക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി, അടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു എല്ലാ പ്രിലിമിനറി എവിഡൻസും ഉണ്ട്, ഇത് വിജിലൻസ് അന്വേഷിക്കാതെ രക്ഷപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വിജിലൻസ്. എന്നിട്ട് അയാൾ അദ്ദേഹത്തിനൊന്ന് രാജിവെച്ച് പോകാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അവർ KM എബ്രഹാമിനെ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള മാന്യതയെങ്കിലും മുഖ്യമന്ത്രി കാണിക്കണം. ഇനി വലിയ ആഘോഷമൊന്നും വേണ്ട. സുപ്രീം കോടതി എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. ഹൈക്കോടതി വിധി വന്ന ഉടനെ CBI ഓടി വന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. എന്തൊരു തിടുക്കമായിരുന്നു. ഇതാ ഇപ്പോൾ FIR തന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. CBIക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു. പ്രതിപക്ഷത്തിന് ഏറ്റവും തിരിച്ചടി. കാരണം ആഘോഷിക്കാൻ ചില കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഒരു പ്രചാരണം തുടങ്ങിക്കളയാം. ഇനിയിപ്പോൾ CBI വരും. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം. അദ്ദേഹത്തെ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും. അത് മുന്നോട്ട് പോകും. വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കാം. CBI ഉദ്യോഗസ്ഥന്മാർക്ക്, മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. ബ്രേക്കിംഗ് ന്യൂസ് അടിക്കാം മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും. ഇതെല്ലാം ഒരു ആഘോഷമാക്കി മാറ്റാം എന്ന് കരുതിയിരിക്കവെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ തിരിച്ചടി നേരിട്ടത്. ഇപ്പോഴിതാ കേസ് സ്റ്റേ ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി. മാധ്യമങ്ങളിൽ സംബന്ധിച്ച് വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കേസെടുക്കാൻ കഴിയില്ല, സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം, എങ്കിലേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന്. വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് രേഖകൾ സഹിതമാണ് KM എബ്രഹാം സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. സുപ്രീം കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ രേഖകളൊന്നും ഹൈക്കോടതിയിൽ ഹാജരാക്കാതിരുന്നത് എന്ന്. അപ്പോൾ KM എബ്രഹാം പറഞ്ഞു ആ സമയത്ത് ഞാൻ വിദേശത്തായിരുന്നു, അതുകൊണ്ട് കൃത്യസമയത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു. മറ്റൊരു കാര്യമുണ്ട്, KM എബ്രഹാമിനെതിരെ കേസെടുക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി വേണം. പ്രോസിക്യൂഷൻ അനുമതി പോലും കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് തിടുക്കപ്പെട്ട് കിട്ടിപ്പോയി എന്ന അർത്ഥത്തിലാണോ CBI ഓടി വരികയും കേസെടുക്കുകയും ഒക്കെ ചെയ്തത്. അതും വലിയ വാർത്തയാക്കി. ഹൈക്കോടതി വിധി വാർത്തയാക്കി. ഹൈക്കോടതിയിൽ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ വാർത്തയാക്കി. അങ്ങനെ വാർത്തകൾ കൊണ്ട് ആഘോഷമാക്കാമെന്ന് കരുതി കാത്തിരുന്ന മാധ്യമങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണോ മുഖ്യമന്ത്രിയെ വേട്ടയാടിയത്, നമുക്ക് ഇതാ കിട്ടിയിരിക്കുന്നു പുതിയ ആയുധം, അത് ഉപയോഗിക്കാം എന്ന് കരുതി കാത്തിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും BJPയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് CBIക്ക് ഇത്ര തിടുക്കം? CBI ആരാണ് ഇത്ര പെട്ടെന്ന് കേരളത്തിലേക്ക് പറഞ്ഞയച്ചത്? എത്രയും പെട്ടെന്ന് പോയി കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടത്? മറ്റെല്ലാ കേസുകളും CBI അങ്ങോട്ട് പോയാലും കോടതി നിർദ്ദേശിച്ചാലും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നതിന്റെ പരമാവധി നീട്ടിക്കൊണ്ടുപോകുന്ന CBI എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഓടി വന്നത്? ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഇതിന്റെ പിറകിലെ കളികൾ എന്ന്. ഇതെല്ലാമാണ് സുപ്രീം കോടതി അവസാനിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഒരു സംശയം വേണ്ട, KM എബ്രഹാമിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. കേരളത്തിലെ സർക്കാരിനും വലിയ ആശ്വാസമാണ്. അതോടൊപ്പം എന്തിനോ വേണ്ടി കാത്തിരുന്ന, എല്ലും കഷ്ണത്തിന് വേണ്ടി കാത്തിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തെ ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒന്ന് പിടിച്ച് കുലുക്കിക്കളയാം എന്ന് കരുതിയ, CBI ഉപയോഗിച്ച് പിടിച്ച് കുലുക്കിക്കളയാം എന്ന് കരുതിയ BJPക്കും ഇതെല്ലാം എങ്ങനെയാണോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം ആഘോഷമാക്കിയത് അതുപോലെ ആഘോഷമാക്കാം. ആരോപണ ശരങ്ങൾ ഇനി മുഖ്യമന്ത്രിക്കെതിരെ എയ്യാം എന്ന് കാത്തിരുന്ന UDFനുമേറ്റ കനത്ത തിരിച്ചടിയാണ്.
നമസ്കാരം.